ശ്രീ ഗണപതയേ നമഃ. ഓം തത്സത്. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് ദശമസ്കന്ധത്തിലെ 88ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യേണ്ടത്. ആ വിഷ്ണുവിനോടുള്ള പരമഭക്തിയും മൃഗാസുരന് ശിവഭഗവാൻ വരം നൽകിയിട്ട് ആ മൃഗാസുരൻ ശിവഭഗവാനെ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ ഭഗവാൻ ഒരു ബ്രഹ്മചാരി വേഷം ധരിച്ചു വന്ന് ശിവഭഗവാനെ രക്ഷിക്കുന്നതും ആ മൃഗാസുരനെ തന്നെത്താൻ നശിപ്പിച്ച് ശിവഭഗവാനെ രക്ഷിക്കുന്നതും ഒക്കെയാണ് ഈ അധ്യായത്തിൽ പാരായണം ചെയ്യുന്നത്. ആ മഹാവിഷ്ണുവിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ആ പരബ്രഹ്മത്തിൻ്റെ വ്യാപ്തിയെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള അധ്യായമാണ്. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകം. ഓം തത്സത്. സംസാരസാഗരീ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗീതാംഗം മാമുദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. ഓം തത്സത്. കൃഷ്ണ വന്ദന ശ്ലോകങ്ങൾ, ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതുന്നയാദിതരദക്ഷാത്വേഷ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഖ്യന്തി യൽസൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേന്ദ്ര പൃഥ്വി ശുശ്രൂഷുഭി തക്ഷണാ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ഇന്നത്തെ നിത്യപാരായണം ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 88ാം അധ്യായം. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അത് ദശമസ്കന്ധ അഷ്ടാശീതിതമോധ്യായ. രാജോവാച ദേവാസുരമനുഷ്യേഷു യേ ഭജന്തി ശിവം ശിവം പ്രായസ്തേതനിനോ ഭോജ നതു ലക്ഷ്മ്യാ പതിം ഹരിം. നമോ ഭഗവതേ വാസുദേവായ. ഏതൽവേദിതുമിച്ഛാമ സന്ദേഹോത്തമഹാൻഹിന വിരുദ്ധശീലിയോ പ്രഭോ വിരുദ്ധാ ഫലിതം ഗതി. ശിവശക്തിയുക്ത ശശ്വത് പ്രലിംഗോ ഗുണസംപ്രദാ വൈകാരികാസ്ത്രൈതസക്ത താമസസ്യേദ്യ സംത്രിത. തതോ വികാര അഭവൻ ഷോഡശാമീഷു വഞ്ചന ഉപധാവൻ വിഭൂതീനാം സർവാസാമ ഗതിം. ഹരിർഹി നിർഗുണ സാക്ഷാത് പുരുഷ പ്രകൃതേ പരാ സർവദൃക് ദൃഗുപദൃഷ്ട തം ഭജൻ നിർഗുണോ ഭവേത്. നിവൃത്തേഷു അശ്വമേധേഷു രാജായുഷ്മദ്വിരാമഃ
सुनन् भगवतो धर्मान पृच्छदिदमच्युतम् साह समाह भगवांस्तस्मै प्रीतः शुश्रूषवे प्रभु वर्णां निःश्रेय सार्थाय यो वदीर्नो यदो कुले श्रीभगवानुवाच यस्याहमनुगृह्णामि हरिष्ये तद्धनं शनै ततो धनं त्यजन् तस्य स्वजना दुःखदुःखितम् स यथा विदधोद्योगो निर्विण्णस्याधनेहया मत्परीकृत मैत्रस्य करिष्ये मदनुग्रहम् तद्ब्रह्म परमं सूक्ष्मं चिन्मात्रं सदनन्दगम् अधो मम सुधराराज्यं हित्वान्यन् भजते जना ततस्त आशुदोषेभ्यो लब्धराज्यस्य योद्धता मत्ता प्रमत्ता भूतान् विस्मरन् व्यवजानते श्रीशुकवाच शापप्रसादयोरीश्वा ब्रह्मविष्णुशिवादया सद्य शापप्रसादोऽङ्ग्या प्रसादोऽङ्गा शिवो ब्रह्माण चाच्युता अत्र चोदाहरन्तीमहासं पुरातनं मृगासुराय गिरिशो वरं दत्त्वापसङ्कटम् मृगो नामासुरपुत्रशकुनी पथिनारदं दृष्टाशुतोषं पप्रच्छ देवेषु दुर्मती स आह देवं गिरिशामुबाधावासु सुसिद्ध्यसि योऽल्पाभ्यां गुणदोषाभ्यामाशु तुष्यति कुप्यति दशास्य बाणयोस्तुष्टा सुवदोर्वन्दितोरिव ऐश्वर्यमधुलं दत्त्वा तत आव सुसङ्कटम् इत्यादिष्टं स्तमसुर उपाधावत्सका प्रथा केदार आत्मक्रूरेण जुह्वानोऽग्निमुखं परम् देवो बलप्तिमप्राप्य निर्वेद सप्तमेहनि शिरोवश्च स्वतिदिना यत्तीर्थक्लिन्नमुद्दजम् तदा महाकारुणिकस दुर्जडीर् यथा वयं चाग्निरिवोत्थितो नलाद् निगृह्य दोर्भ्यां भुजयोर्न्यवारयद् तत् स्पर्शनात् भूय उपस्कृता हृदीम् तमाह चाङ्गुलमलं वृणीष्वमे यथा विगामं प्रिययतो येन नृणां प्रपद्यतामको त्वयात्मा विसमर्थ्यते व्यथा മൃഗാസുരൻ മൃഗൻ എന്നു പേരുള്ള അസുരൻ ആരെ പ്രാർത്ഥിച്ചാലാണ് തനിക്ക് എത്രയും വേഗം വരം ലഭിക്കുക എന്ന് നാരദ മഹർഷിയോട് ചോദിക്കുകയും നാരദ മഹർഷി ശിവനെ പ്രാർത്ഥിച്ചാൽ ഏറ്റവും വേഗം വരം ലഭിക്കുമെന്ന് പറഞ്ഞ് ശിവനെ തപസ് ചെയ്യുകയും കുറേ തപസ് വളരെ ശ്രദ്ധയോട് ചെയ്തിട്ടും ശിവൻ പ്രത്യക്ഷപ്പെടാതിരുന്നപ്പോൾ തൻ്റെ തല തന്നെ അറുത്ത് ഹോമാഗ്നിയിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങിയപ്പോൾ ശിവഭഗവാൻ പ്രത്യക്ഷമാകുന്നതും പക്ഷേ വരം ചോദിച്ചത് ലോകനാശത്തിനായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ഓം തത്സത് ദേവം സവവ്രേ പാപീയാൻ വരം ഭൂതഭയാവഹം യസ്യ കരം ശീഷ്ണി ദാസ്യേ സപ്രിയതാമിതി തസ്സുത്താ ഭഗവാൻ രുദ്രോ യുഗ്മനായ ഭാരത ഓമിതി സംസ്തസ്മൈ യദീഹരമൃതം യഥാ ഇത്യുക്തസോ സുലോനൂനം ഗൗരീഹരണലാലസ സതദ്വര പരീക്ഷാർത്ഥം ശംഭോ മൂർധനിഖിലാസുര സ്വഹസ്തം ദാതു നാരേഭ്യേ സോ സ്വകൃതാശിവ तेनोपसृष्टसन्तस्था पराधावस्वमे भदु यावदन्तं शिवो भुवो ആ ഭഗവാൻ പാർവതി ദേവിയോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ട് നിനക്ക് എന്താണ് വരം ലഭിക്കേണ്ടത് എന്ന് ചോദിക്കുകയും പാർവതി ദേവിയെ കണ്ട മൃഗാസുരന് പാർവതി ദേവിയിൽ ആസക്തി തോന്നുകയും ശിവനെ വധിക്കാൻ വേണ്ടിയിട്ട് താനുടെ കയ്യിൽ താൻ കൈവയ്ക്കുന്നുവോ അപ്രകാരം കൈവയ്ക്കുന്ന ആൾ ഉടനെ മരിക്കണം എന്ന് വരം വാങ്ങുകയാണ്. ശിവൻ ആലോചിച്ചിട്ട് വരം നിവൃത്തിയില്ലാതെ വരം നൽകുകയാണ്. അപ്രകാരം ചെയ്ത ഉടനെ വരം ലഭിച്ച ഉടനെ ശിവഭഗവാന്റെ തലയിൽ തന്നെ കൈവച്ച് ശിവഭഗവാനെ ഇല്ലാതാക്കിയാൽ ഭഗവതിയെ തനിക്ക് ലഭിക്കുമല്ലോ എന്ന് കരുതി അപ്രകാരം ചെയ്യാൻ പോവുകയും ശിവഭഗവാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നാലെ മൃഗാസുരൻ ഓടുന്നതുമൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓം തത്സത് അജാനന്ദ പ്രതിവിധിം തൂഷ്ണീമാസൻ സുരേശ്വര തതോ വൈകുണ്ഠമഗത്
ഭാസ്വരം തമസപ്പരം യത്ര നാരായണൻ സാക്ഷാത് നാസിനം പരമാംഗതി ശാന്താനം നസ്തദണ്ഡാനം യദോ നാവർത്തതേ ഗദാ തം തഥാ വ്യസനം ദൃഷ്ടാ ഭഗവാൻ വൃജിനാഥന ദൂരാത് പ്രത്യുദ്യാത് ഭൂത്വാ അതുഗോ യോഗമായയാ മേഘലാദ്യദണ്ഡാക്ഷേതസാഗ്നേരിവജ്വലൻ അഭിവാദയാമാസാമോജതം ശുദ്ധതം ഭഗവാൻ ഒരു യോഗമായി കൊണ്ട് വടുവിന്റെ വേഷം ധരിക്കുകയും ആ ഭഗവാന്റെ രൂപമാണ് മേഖല ദണ്ഡം ഇതൊക്കെ ധരിച്ചിട്ടുള്ള ആ ഭഗവാന്റെ രൂപമാണ് ഇപ്പോൾ ഇപ്രകാരം പാലനം ചെയ്തത്. അദ്ദേഹം ആ മൃഗാസുരന്റെ പാതയിൽ വന്ന് നിൽക്കുകയും എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ച് തൻ്റെ വാചാലത കൊണ്ട് തന്നെ മൃഗാസുരനെ തൻ്റെ തലയിൽ തന്നെ കൈവച്ച് ഇല്ലാതാക്കുന്നതുമാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച ശാകുനേയ ഭവാൻ വ്യക്തം ശാന്തം കിം ദൂരമാഗത ക്ഷണം വിശ്രമ്യതാം പുംസ ആത്മായം സർവകാമദുഃഖ യതി നിസ്സവണായാനം യുഷ്മൻ വ്യവസിതം വിഭോ ഭണ്ണിതം പ്രാശ്യ പുംവി ഹൃദയ സ്വാതൻ സമീഹത്തെ. ശ്രീശുഗവാച ഏവം ഭഗവതാ പൃഷ്ടോ വചസാ മൃതവർഷിണ ഗദഗ്ലമോ ബ്രവീത് തസ്മൈ യഥാ പൂർവമധിഷ്ഠിതം. ശ്രീഭഗവാനുവാച ഏവം ചേതർക്കി തദ്വാക്യം ന വയം ശ്രദ്ധീമഹി യോ ദശശാപാത് പൈശാച്യം പ്രാപ്തം പ്രേതപിശാചരാത്. ദക്ഷന്റെ ശാപത്തിന് ശേഷം ശിവഭഗവാന് കഴിവൊന്നുമില്ല. അദ്ദേഹം പിശാചി ഒരു ഭ്രാന്തനായിട്ട് അലയുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരത്തിന് ഒരു ഫലവും ഉണ്ടാവുകയില്ല. വേണമെങ്കിൽ നീ നിന്റെ ഭഗവാന്റെ ആ വാക്ചാതുര്യം കൊണ്ട് ഇതൊക്കെ സാധിക്കാമെന്ന് കൂടി കാണിക്കുകയാണ്. വേണമെങ്കിൽ നീ നിന്റെ തലയിൽ തന്നെ കൈവച്ച് നോക്കൂ, ഒന്നും സംഭവിക്കുകയില്ല, ശിവഭഗവാന് ശക്തിയേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ മയക്കുകയാണ്. ശിക്ഷംഭോ ദാനവേന്ദ്ര ജഗദ്ഗുരു തർഹ്യങ്കാശു സ്വശിരസി ഹസ്തം യസ്യ പ്രദീയതാം. യദ്യ സത്യം വദശംഭോ കരഞ്ജിത് ദാനവർഷഭ തദൈനം ജഹ്യ സദ്വാജം നയത് ഭക്താനദം പുനാ. ഇത്സം ഭഗവതശ്ചിത്രേ വജോഭിഃ സ സുബേശലൈ ഭിന്നദീർഘസ്മൃതശേഷി സ്വഹസ്തം ഉപമദ്യദാത്. അഥാപദഭിന്നഗിരിശിരാ പ്രജാഹദൈവക്ഷണാ ദേശബ്ദോ നമ ശബ്ദ സാധുശബ്ദോ ഭവദ്ദിവി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തന്റെ തലയിൽ തന്നെ കൈവച്ച് അദ്ദേഹം ഇല്ലാതായപ്പോൾ ദേവന്മാരും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ജയശബ്ദം മുഴക്കുകയാണ്. മൂജു പുഷ്പവർഷാണി അതേ പാപി മൃഗാസുരേ ദേവശ്രീ പിതൃഗന്ധർവോ മോചിത സങ്കട ശിവ. ശിവഭഗവാനെ സങ്കടത്തിൽ നിന്നും മോചിപ്പിച്ചതിന് എല്ലാവരും പുഷ്പവർഷം ഒക്കെ നടത്തി വേരു ദുന്ദുബി എല്ലാം മുഴക്കുകയാണ്. ഓം തത്സത്. മുക്തം ഗിരിശമഭ്യാഹ ഭഗവാൻ പുരുഷോത്തമ അഹോ ദേവ മഹാദേവ പാപോരുഷേന പത്മനാ. ജന്തുർവൈകൃതകിൽബിഷ ക്ഷേമീ സ്യാത് കിമു വിശേഷേ കൃതാഗസ്കോ ജഗദ്ഗുരു ഏവമവ്യാകൃതശക്തിധന്വത പരസ്യ സാക്ഷാത് പരമാത്മനോ ഹരേ ഗിരിക്രമോക്ഷം കഥയേ ശൃണോതി വാ വിമുച്യതേ സംസ്മൃതി വിസ്തരാഭിഃ. ഓം വിമുച്യതേ സംസ്മൃതി വിസ്തരാഭിഃ. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുദ്രമോക്ഷണം നാമ അഷ്ടാശീതിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുഗള
കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ദതിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദസരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാഴ്ച സമർപ്പിക്കുന്നു. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാണം ശങ്കരാചാര്യ വിരചിതത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന് സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ഓം വിദ്വിദംശം വിദന്യമലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമം വ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അധിദേശകാലം വ്യവച്ഛേദനീയം ത്രിഭക്തിയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ പരിഭ്രാജമാനേ നരണ്യാദിതത്വാത്മകേ ശക്തിയുക്തേ ഗുണാകസ്കരേന്ദ്രഗ്നിബിംബേതുമധ്യേ സമാസീനമോ കർണികേഷ്ടാക്ഷരാബ്ജേ സമാനോദിതാനേക സൂര്യേന്ദുകോടി പ്രഭാപൂരതുല്യദ്യുതിം ദുർനിരീക്ഷം ന ശീതം ന ചോഷ്ണം സുവർണാവതാദം പ്രസന്നം സദാനന്ദസ്വരൂപം സുനാസാപുടം സുന്ദരഭ്രൂലലാടം കിരീടോജിതാ കുഞ്ചിതാ സ്നിഗ്ധകേശം സ്ഫുരൽപുണ്ടരീകാഭിരാമായതാക്ഷം സമുൽഫുല്ലരത്നപ്രസൂനാവദംസം ലലാമൃഷ്ടഗണ്ഡസ്ഥലാന്തം ജപാരാഗചോ